ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എ4 ആപ്പിളിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അവസാനത്തെ വീഡിയോ ആവുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നിരാശയിലെ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിന് ഇപ്പോൾ 2 കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 3 കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ആയി കഴിഞ്ഞാൽ ചാനൽ ഡിസേബിൾ ആയിട്ട് പോകും. എനിക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ സ്ട്രൈക്ക് വന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ മറ്റൊരു കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റോ പിക്ചേഴ്സോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇതുവരെ. അപ്പോൾ എന്തുകൊണ്ടാണിത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, കോപ്പി റൈറ്റഡ് സ്ട്രൈക്ക് അല്ല. പക്ഷേ അതും 3 സ്ട്രൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അപ്പോൾ എനിക്കത് കാരണം ഒരാഴ്ചയായിട്ട് വീഡിയോകളൊന്നും ചെയ്യാനുള്ള ഒരു മൈൻഡ് അങ്ങോട്ട് വരുന്നില്ല. കാരണം നമ്മൾ ബ്ലോഗറിൻ്റെ ഒക്കെ ട്യൂട്ടോറിയലൊക്കെ ഞാൻ പകുതി വെച്ച് നിർത്തിയത് കാരണം പുതിയ വീഡിയോസുകൾ ചെയ്യാൻ തന്നെ ഒരു മടിയായി തുടങ്ങി. സത്യം പറയാലോ, ആകെ മൂഡ് ഓഫ് ആയി പോയി ഞാൻ ഇതിന് ശേഷം. കാരണം നമുക്കിത് ആദ്യമായിട്ടല്ല വരുന്നത്. എനിക്കൊരു 3-4 മാസം മുമ്പ് ഒരു വട്ടം സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ. ജസ്റ്റ് ഒരു 1-2 വ്യൂവേഴ്സ് വന്നപ്പോൾ തന്നെ ഒരു വീഡിയോ റിമൂവ് ആയി. അപ്പോൾ തന്നെ ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഞാൻ അപ്പീൽ കൊടുത്തു. പക്ഷേ അത് റിജക്റ്റ് ആയിരുന്നു. റിജക്റ്റ് ആയോ അല്ലോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഒരു മെയിൽ പോലും എനിക്ക് വന്നില്ല. ഇപ്പം ഞാനത് റീസെൻ്റ്ലി എനിക്ക് വന്ന മെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ഈ ഒരു മെയിലാണ്. ഇതിൽ കൊടുത്തിട്ടുള്ള ഓൾറെഡി അവർ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ഫ്രീ മൈനിങ് വിത്ത് കോയിൻ പോട്ട്, അതായത് കോയിൻ പോട്ട് വെച്ചിട്ട് ഫ്രീ ആയിട്ട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ. ഇത് ഞാൻ വളരെ മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അതവർ എനിക്ക് തോന്നുന്നു 2-3 വ്യൂസ് വന്നുള്ളൂ, അപ്പോൾ തന്നെ അത് സ്ട്രൈക്ക് വന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഫേക്ക് ആയിട്ടുള്ള സ്ട്രൈക്ക് ആയിരിക്കും എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്ത് ഞാനത് അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിനൊരു റിപ്ലൈയും വന്നില്ല. എന്താണ് റീസൺ എന്ന് പോലും എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഓൾറെഡി പോയി. അതിനുശേഷം എനിക്ക് റീസെൻ്റ്ലി ആണ് ജൂലൈ 22-ാം തീയതി, ഇന്നിപ്പോൾ 30-ാം തീയതി ആയി, ഒരാഴ്ചയായി. അന്ന് വന്ന ഇതാണ് ഇതുപോലെ തന്നെ ലോമോ സ്റ്റാർ ഫ്രീ ബിറ്റ് കോയിൻ ഏണിംഗ് ആപ്പ്. ഇതാണ് എനിക്ക് അത്രയും വിഷമകരമായിട്ടുള്ള കാര്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടക്കത്തിലാണ്. അതായത് നമ്മുടെ ലോമോ സ്റ്റാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അതെനിക്ക് നല്ല വ്യൂവേഴ്സും അതുപോലെ തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സിനെയും കൊണ്ടുവന്ന ഒരു വീഡിയോ ആയിരുന്നത്. ഏകദേശം ഒരു 2500-ഓളം വ്യൂവേഴ്സ് അതിനുണ്ടായിരുന്നു. നല്ലൊരു സജഷൻ ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടാണ് റിമൂവ് ആയതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് പെട്ടെന്നൊരു ദിവസം നോക്കിയപ്പോൾ, ഞാനിപ്പോൾ ഒരാഴ്ച മുമ്പ് നോക്കിയപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. ഓക്കെ, ഉണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾറെഡി വീഡിയോ റിമൂവ്ഡ് എന്ന് പറഞ്ഞിട്ട്. നല്ല വ്യൂവേഴ്സ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു മൂഡ് ഓഫ് ആയ. സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാനുള്ള, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ റൺ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഏകദേശം. കാരണം ഒരു ചാനൽ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. അതൊന്ന് കടന്നു കിട്ടാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഇത് വന്നത്. ഇടുത്തി പോലെ. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തിട്ട് തേങ്ങയെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ യൂട്യൂബ് ഇവർ ചെയ്യുന്നത്, ഇവർ എന്ത് അൽഗോരിതം വെച്ചാണ് ഇവർ ക്രോൾ ചെയ്യണമെന്നോ എന്താണെന്ന് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു. പക്ഷേ ബിറ്റ് കോയിൻ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസിനാണെങ്കിൽ എനിക്ക് നമ്മുടെ ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ എപ്പോഴും ഒരു കമൻറ്റ് കണ്ടിരുന്നു തോന്നുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ എനിക്കൊന്ന് മെൻഷൻ ചെയ്തോളൂ. കാരണം എന്തുകൊണ്ടാണ്, കാരണം മറ്റുള്ള വീഡിയോസിനൊന്നും ഒരുപാട് ഞാൻ കോയിൻ പോട്ടിൻ്റെ വീഡിയോ തന്നെയുള്ള റീസണും പറയുന്നത് ഒരു സ്പാമിങ് ആണെന്നാണ്. സ്പാമിങ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് വഴിക്ക് കാണിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസിൽ അങ്ങനെയുണ്ട്. പക്ഷേ കോയിൻ പോട്ടിൻ്റെ മാത്രമായിട്ടാണ് എനിക്കതൊരു സ്ട്രൈക്ക് വന്നത്. പിന്നെ ഈ ലോമോ സ്റ്റാറിൻ്റെ അതെങ്ങനെയാണ് സ്പാം ആവുന്നത്, അതോ ആരെങ്കിലും ബൾക്കായിട്ട് റിപ്പോർട്ട് ചെയ്തതാണോ നമ്മുടെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തോ എന്നൊക്കെ അറിയില്ല, അത് ഹാറ്റേഴ്സ് ആയിട്ട് ചെയ്തോണമെന്ന് അറിയില്ല. അപ്പോൾ അതോടുകൂടി 2 സ്ട്രൈക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആദ്യം സത്യം പറഞ്ഞാൽ എനിക്കത് യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ ഇത് മോണിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു ഇൻകത്തിന് വേണ്ടി നല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നമുക്ക് ക്രിപ്റ്റോ ബേസ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു എയിമായിരുന്നു ആദ്യം എനിക്ക് ഉണ്ടായിരുന്നത്. കാരണം ക്രിപ്റ്റോയിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, ട്രേഡ് ചെയ്യുന്നവരൊക്കെ ആയിട്ടൊരു കമ്മ്യൂണിറ്റി. അപ്പോൾ അങ്ങനൊരു ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങാൻ കാരണം. പക്ഷെ എനിക്കത് ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളോടൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നുണ്ട്. അപ്പോൾ വൈറലാവുന്നുള്ള ഏതെങ്കിലും ഒരു PHP സ്ക്രിപ്റ്റ്, ബ്ലോഗറിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം. അതിലെങ്ങനെ ആഡ്സെൻസ് അപ്രൂവ് ആക്കി കോഡ്സ് ഇട്ടിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഡ്സ് ഷോ ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാകാൻ അങ്ങനെ ഒരുപാട് കുറച്ച് പ്ലാനിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ബ്ലോഗറിൻ്റെ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരു മൂഡ് ഓഫ് ആയി. എൻ്റെ ലൈവ് സ്ട്രീമിങ് ഓൾറെഡി ബ്ലോക്കായി കിടക്കുകയാണ്.
ലൈവ് ചെയ്തിട്ടല്ല, എന്നാൽ പോലും അത് പിന്നെ ഇപ്പോൾ ഓൾറെഡി 2 വന്നുകൊണ്ട് എനിക്ക് ഇനി പുതിയ വീഡിയോസുകൾ ഇടാൻ തന്നെ ഭയങ്കര ഒരു മടിയായി തുടങ്ങി. കാരണം ഇത് എപ്പോഴാണ് ഇത് പണി കിട്ടുക, അടുത്ത പണി ഇനി എപ്പോഴാണ് കിട്ടണേന്ന് അറിയാത്ത പോലെയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എൻ്റെ ലൈവ് സ്ട്രീമിങ് കട്ടായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ അപ്പീൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് എന്താവുമെന്നും അറിയില്ല. ഞാൻ 2ാമത് വീണ്ടും അപ്പീൽ കൊടുത്തു, പക്ഷെ അതും എന്താവുന്നൊരു പിടുത്തമില്ല. അപ്പോൾ എന്തായാലും ഒക്കെ വരുന്നോട്ട് വെച്ച് കാണാമെന്ന് വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് തോറ്റ് പിന്മാറണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊരു പുതിയൊരു ചാനലും കൂടി ഓൾറെഡി ഇതിൽ ചെയ്ത് തുടങ്ങി വെച്ചിട്ടുണ്ട്. പൈസ മസ്തി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ A4 ആപ്പിൾ എന്നുള്ള യൂട്യൂബ് ചാനൽ ഡിസ്കണക്റ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഇനിയുള്ള വീഡിയോകൾ ഈ ചാനലിലൂടെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൽ നിന്ന് ഡിലീറ്റ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൽ പക്ഷേ പ്രശ്നമൊന്നും കണ്ടില്ല, പക്ഷേ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. പക്ഷേ ഞാനത് 2ാമത് ഡിസേബിൾ ആയിട്ടുള്ള വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതും ഇതുപോലെ തന്നെ എനിക്ക് സ്ട്രൈക്ക് വന്നു. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു ബേസ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എനിക്കിപ്പോൾ ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തന്നെ പേടിയായി. കാരണം നമ്മൾ ഇത്രയും നല്ലൊരു സബ്സ്ക്രൈബേഴ്സിന് ഇത്രയും ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. 750 പേരേ ഉള്ളെങ്കിലും അത് ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരാണ്, അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ വിട്ടുകളയാൻ എനിക്ക് താല്പര്യമില്ല. ഒരു ചാനൽ ബിൽഡപ്പ് ചെയ്ത് ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്ത് വന്നിട്ട് ഇനിയിപ്പോൾ വീണ്ടും വേറൊരു ചാനലിലേക്ക് പോകാൻ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എന്തെങ്കിലും കേസ് കൊണ്ട് ചാനൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസുകൾ ഇടുന്നത് ഈ പൈസ മസ്തി എന്നുള്ള ഒരു ചാനലായിരിക്കും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് തന്നെയാണ് paisamasti.com. അപ്പോൾ ആ ഒരു ഇതിലായിരിക്കും ഇനി പുതിയ വീഡിയോസുകൾ ഒരു പക്ഷേ ഇടാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് പോലെ ഇരിക്കും, നിങ്ങൾ എങ്ങനെയാണ് പറയുന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. നമുക്കൊരു A4 ആപ്പിൾ യൂട്യൂബ് നിങ്ങൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ പേജ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾ ദയവായിട്ട് അത് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടി ഞാൻ വിചാരിക്കുകയാണ്. ഫേസ്ബുക്കാണ് ഇതിനുവേണ്ടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു, യൂട്യൂബിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരാൻ കാരണം. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ഡയറക്റ്റായിട്ട് ലിങ്ക് അല്ലാതെ ഡയറക്റ്റ് വീഡിയോ ആയിട്ട് ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പറ്റുമെങ്കിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പിന്നെന്താ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടി ഞാൻ 2 ദിവസമായി വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ വീഡിയോസൊന്നും ചെയ്യാത്തത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രിപ്റ്റോ കറൻസികളൊക്കെ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ചെറിയൊരു സർവീസ് ചാർജ് നമ്മൾ ഈടാക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഒന്ന് കാണട്ടെ എങ്ങനെയുണ്ടെന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ താൽക്കാലികമായിട്ട് ഒന്ന് ഹോൾഡ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.